പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് സ്ട്രക്ചർ ഓഫ് അറബിക് ഫസ്റ്റിലെ ഓരോ യൂണിറ്റിലെയും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, അതേപോലെ റീക്യാപ്പ് നോക്കുകയാണ്. ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ക്ലാസ് ലഭിക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക. കുറഞ്ഞ ഫീസിൽ നമുക്കിതിൻ്റെ എക്സസൈസുള്ള തദ്രീബാത്ത്, എല്ലാ തദ്രീബാത്തും ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോ യൂണിറ്റിലെയും റീക്യാപ്പിലേക്കും അതേപോലെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഡിസ്കഷനിലേക്കും പ്രവേശിക്കാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ യൂണിറ്റിലെ അൽ ജുംലത്തുൽ മുഫീദ എന്ന യൂണിറ്റിലെ റീക്യാപ്പ് നോക്കാം. അൽ കലാമു യതഫല്ലു മിനൽ കലിമാത്ത്. കലാമ് സംസാരം, അത് പദങ്ങളാൽ രൂപീകൃതമാകുന്നു, ഒരുമിച്ച് കൂടുന്നു. അൽ കലിമത്ത് സലാസത്ത് അൻവാഇൻ. പദങ്ങൾ 3 ഇനമാണ്: ഇസ്മുൻ വ ഫിഅലുൻ വ ഹർഫുൻ. ഇസ്മ്, നൗണ്, ഫിഅല്, വെർബ്, ഹർഫ്, പ്രിപ്പോസിഷൻ. അൽ ഇസ്മു എന്ന് പറഞ്ഞാൽ, നൗണെന്ന് പറഞ്ഞാൽ എന്താണ്? മാദല്ല അല ഇൻസാനിൻ, മനുഷ്യരുടെ മേൽ അറിയിക്കുന്ന ഒന്നാണ്. ഔ മക്കാനിൻ, അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ മേൽ. ഔ ഹയവാനിൻ, അല്ലെങ്കിൽ ജീവിയുടെ മേൽ. ഔ നബാത്തിൻ, അല്ലെങ്കിൽ സസ്യങ്ങളുടെ മേൽ. ഔ ജമാദിൻ, അല്ലെങ്കിൽ അചേതന വസ്തുക്കളുടെ മേൽ. അൽ ഫഅലു, ഇനി ഫഅൽ എന്ന് പറഞ്ഞാൽ മാദല്ല അല ഹദസി ഫി സമനിൻ മുഅയ്യനിൻ, നിജമായ കാലത്തിൻ്റെ മേൽ അറിയിക്കുന്ന ഒന്നിനാണ് ഫഅൽ എന്ന് പറയുന്നത്. അൽ ഹർഫു മാലാ യത്തിമു മഅനാഹു ഇല്ലാ മഅ ഗൈരിഹി. ഹർഫ് എന്ന് പറഞ്ഞാൽ മാ ഒന്നാണ്, ലാ യത്തിമു മഅനാഹു, അതിൻ്റെ അർത്ഥം പൂർത്തിയാവുകയില്ല, ഇല്ലാ മഅ ഗൈരിഹി, ആ ഒന്നിൻ്റെ കൂടെ അല്ലാതെ. അപ്പോൾ തനിച്ച് മാത്രം അർത്ഥമില്ലാതെ ഒന്നിൻ്റെ കൂടെ ചേരുമ്പോൾ മാത്രം അർത്ഥമുള്ള ഒന്നിനാണ് ഹർഫ് എന്ന് പറയുന്നത്. അൽ ജുംലത്തുൽ മുഫീദ. ഈ ജുംലത്തുൽ മുഫീദ എന്ന് പറഞ്ഞാൽ ഹിയ തർക്കീബുൽ കലിമാത്തി, കലിമത്തുകളെ കൂട്ടിച്ചേർക്കലാണ്. അല്ലതി, എങ്ങനെയുള്ള കലിമത്തുകളെയാണ്? യുഫീദു മഅനൻ, എങ്ങനെയുള്ള കൂട്ടിച്ചേർക്കലാണ്? യുഫീദു മഅനൻ താമൻ, പൂർണ്ണമായ ഒരു അർത്ഥത്തെ അത് മനസ്സിലാക്കി തരും. യഹ്സുനു സുക്കൂത്ത് അലൈഹി, അതിൻ്റെ മേൽ മിണ്ടാതിരിക്കൽ നല്ലതാവും. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറയുമ്പോൾ അത് മനസ്സിലാവും, എന്താണെന്നുള്ള കാര്യം മനസ്സിലാവും, പിന്നെ അതിനെക്കുറിച്ച് ചോദിക്കേണ്ട ആവശ്യം വരികയില്ല. അങ്ങനെയുള്ള കെലിമത്തുകളെ കൂട്ടിച്ചേർക്കുന്ന ഒരു സെൻറ്റൻസ്, ഒരു കൂട്ടം സെൻറ്റൻസിന് പറയുന്ന ആ കൂട്ടിച്ചേർക്കുന്ന സെൻറ്റൻസ് പറയുന്ന പേരാണ് അൽ ജുംലത്തുൽ മുഫീദ. അൽ ജുംലത്തുൽ മുഫീദത്തു തൻഖസിമു ഇലാ ഖിസ്മൈനി. ജുംലത്തുൽ മുഫീദ 2 ഇനങ്ങളുടെ മേൽ വേർതിരിയും. അൽ ജുംലത്തുൽ ഇസ്മിയ, ഇസ്മിയായ ജുംലയും. ജുംലത്തുൽ ഫഅലിയ, ഫഅലിയായ ജുംലയും. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. മാഹിയ അൻവാഉൽ കലിമാത്തി, കലിമത്തുകളുടെ ഇനങ്ങൾ ഏതെല്ലാം? ആൻസർ ഇസ്മ്, ഫഅല്, ഹർഫ്. രണ്ടാമത്തെ മിമ്മ യതഅല്ലഫുൽ കലാമു, കലാമ് എന്തിൽ നിന്നൊക്കെ ഉണ്ടാകുന്നു? ആൻസർ അൽ കലാമു യതഫല്ലു മിനൽ കലിമാത്തി, കലിമത്തുകളിൽ നിന്ന് കലാമ് ഉണ്ടാകുന്നു. ഒന്നാമത്തെ മാഹുവൽ ഇസ്മു, ഇസ്മെന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ അത് മുകളിൽ കൊടുത്തു, റീക്യാപ്പിൽ കൊടുത്തിട്ടുണ്ട്. മാദല്ല അല ഇൻസാൻ ഓ മക്കാൻ ഹയവാൻ നബാത്തിൻ ഓ ജമാദിൻ. മാഹുവൽ ഫിഅലു, ഫിഅൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിഅല് മാദല്ല അല ഹദസി ഫി സമനിൻ മുഅയ്യൻ, പറഞ്ഞത് കൊണ്ട് അത് ആവർത്തിക്കുന്നില്ല, അത് മാത്രം വായിച്ചു കൊടുക്കുന്നു. മാഹുൽ ഹർഫ്, ഹർഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഹർഫു മാലാ യത്തിമു മഅനാഹു ഇല്ലാ മഅ ഗൈരിഹി. മാദാ നുസമ്മ തർക്കീബൽ കലിമാത്തി അല്ലദി യുഫീദു മഅനൻ താമൻ യഹ്സുനു സുക്കൂത്ത് അലൈഹി. കലിമത്തുകളെ കൂട്ടിച്ചേർത്തൽ നാം എന്താണ് പറയുന്നത്? ഒരു പൂർണ്ണമായ ഒരു അർത്ഥത്തെ ഫായദയിപ്പിച്ചു വരുന്ന, അതിൻ്റെ മേൽ മിണ്ടാതിരിക്കൽ നല്ലതാകുന്ന കലിമത്തുകളെ കൂട്ടിച്ചേർത്ത സെൻറ്റൻസിന് നാം എന്താണ് പറയുന്നത്? അൽ ആൻസർ അൽ ജുംലത്തുൽ മുഫീദ. അടുത്തത് തൻഖസിമുൽ ജുംലത്തുൽ മുഫീദ ഇലാ ഖിസ്മൈനി. ജുംലത്തുൽ മുഫീദ 2 ഇനങ്ങളുടെ മേൽ വേർതിരിയും. അത് 2 ഏതെല്ലാം? ആൻസർ അൽ ജുംലത്തുൽ ഇസ്മിയ വൽ ജുംലത്തുൽ ഫഅലിയ. 8ാമത്തെ ചോദ്യം, ഉദ്കർ സലാസ അംസലത്തുൽ ഇസ്മി, ഇസ്മിൻ്റെ ഉദാഹരണത്തിൽ 3 എഴുതുക, പറയുക. ആൻസർ
മുഹമ്മദ് അസദ് കിതാബ്. ഒമ്പതാമത്തെ ചോദ്യം ഈത്തി ബി ഖംസത്തി മിൻ അംസത്തിൽ ഫിഅലി, ഫിഅലിൻ്റെ ഉദാഹരണങ്ങളിൽ നിന്ന് 5 എണ്ണം കൊണ്ടുവരിക. ആൻസർ കതബ, യഖ്റഉ, ജലസ, യഅകുലു, ശരിബ. ഇനി ഉദ്കുർ മിസാലിനിൽ ഹർഫി, ഹർഫിൻ്റെ ഉദാഹരണത്തിന് 2 എണ്ണം എഴുതുക. ആൻസർ അല, ഫി. ഇനി രണ്ടാമത്തെ യൂണിറ്റാണ് അൽ ജുംലത്തുൽ ഇസ്മിയ, ഇസ്മിയ ജുംലയെക്കുറിച്ച് പറയുന്ന യൂണിറ്റ്. അതിൻ്റെ റീക്യാപ്പും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സും നോക്കാം. ജുംലത്തുൽ ഇസ്മിയത്ത് ഹിയ മാ തഖദ്ദമ ഫീഹിൽ ഇസ്മു, ഇസ്മു മുന്തി വരുന്ന ഒരു ജുംലയ്ക്ക് പറയുന്ന പേരാണ് ഇസ്മിയ ജുംല എന്ന് പറയുന്നത്. യതകവ്വനു തർക്കീബുൽ ജുംലത്തുൽ ഇസ്മിയത്തിൽ അസാസിയ്യ മിൻ റുക്നൈൻ. അപ്പോൾ ഇസ്മിയായ അടിസ്ഥാനപരമായി ഇസ്മിയായ ജുംല അതിൻ്റെ ഒരുമിച്ച് കൂടൽ ഉണ്ടാകുന്നത് മിൻ റുക്നൈനി 2 ഘടകങ്ങളിൽ നിന്നാണ്. അത് രണ്ടാകുന്നത് അൽ മുബ്തദഉ അൽ ഖബറു, മുബ്തദഉം ഖബറുമാണ്, സബ്ജക്റ്റ് പ്രെഡിക്കേറ്റും. അതേപോലെ അൽ മുബ്തദഉ ഇസ്മുൻ യുബ്തദഉ ബിഹിൽ കലാം, മുബ്തദ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടിട്ട് സംസാരം ആരംഭിക്കപ്പെടുന്ന ഇസ്മിനാണ്. ഇസ്മിന് ഒരു നാമമാണ്. യുബ്തദഉ ബിഹിൽ കലാമു, ആ ഇസ്മു കൊണ്ടിട്ട് കലാമ് ആരംഭിക്കപ്പെടുന്നു. അൽ ഖബറു, ഖബർ എന്ന് പറഞ്ഞാൽ മാ യുഖ്ബിറു ബിഹി അനിൽ മുബ്തദഇ, മുബ്തദനെ കുറിച്ച് വർത്തമാനം അറിയിക്കുന്നതിനാണ് ഖബർ എന്ന് പറയുന്നത്. ലിത്തിമ മഅനിൽ ജുംലത്തി, ജുംലയുടെ മഅനയെ പൂർത്തീകരിക്കാൻ വേണ്ടി. അൽ മുബ്തദഉ വൽ ഖബറു മർഫുആനി ദായിമൻ, മുബ്തദയും ഖബറും അത് എപ്പോഴും റഫ്അ ചെയ്യപ്പെട്ടതായിരിക്കും, അത് എപ്പോഴും ദമ്മ് ചെയ്യപ്പെട്ടതായിരിക്കും. അടുത്ത ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. മിമ്മ തതക്കവ്വനു ജുംലത്തുൽ ഇസ്മിയ, ഇസ്മിയായ ജുംല എന്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്? ആൻസർ മുബ്തദ, ഖബർ. രണ്ടാമത്തെ ചോദ്യം മാഹുൽ മുബ്തദഉ, മുബ്തദ എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ മുബ്തദഉ ഇസ്മുൻ യുബ്തദഉ ബിഹിൽ കലാം, മുബ്തദ എന്ന് പറഞ്ഞാൽ കലാം ആരംഭിക്കപ്പെടുന്ന നാമത്തിനാണ് മുബ്തദ എന്ന് പറയുന്നത്. മാഹുവ ഇഅ്റാബുൽ മുബ്തദ, ഈ മുബ്തദയുടെ ഇഅ്റാബ് എന്താണ്? അൽ മുബ്തദഉ മർഫൂഉൻ, മുബ്തദ റഫ്അ ചെയ്യപ്പെട്ടതാണ്. അടുത്ത മാഹുൽ ഖബറു, ഖബർ എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഖബറു മാ യുഖ്ബറു ബിഹി അനിൽ മുബ്തദഇ ലിത്തിമ്മ മഅനിൽ ജുംലത്തി, മുബ്തദയെ തൊട്ട് വർത്തമാനമായി അറിയിക്കുന്ന ഒന്നിനാണ് ഖബർ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അത് വർത്തമാനം അറിയിക്കുന്നത്? ലിത്തിമ്മ മഅനിൽ ജുംലത്തി, ജുംലയുടെ മഅനയെ പൂർത്തീകരിക്കാൻ വേണ്ടി. അഞ്ചാമത്തെ ചോദ്യം മാഉൽ ഇഅ്റാബുൽ ഖബരി, ഖബറിൻ്റെ ഇഅ്റാബ് എന്താണ്? അൽ ഖബർ മർഫൂഉൻ, ഖബർ റഫ്അ ചെയ്യപ്പെട്ടതാണ്. അഞ്ചാമത്തെ ചോദ്യം മാഉൽ ഇഅ്റാബുൽ അതാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. ഇനി ആറാമത്തെ ചോദ്യം മാദാ നുസമ്മൽ ജുംലത്തിൽ ലത്തി തഖദ്ദമ ഫീഹിൽ ഇസ്മു, ഇസ്മു മുന്തിയതായ ജുംലയെ നാം എന്താണ് പേര് പറയപ്പെടുക? അതിൻ്റെ ആൻസർ അൽ ജുംലത്തുൽ ഇസ്മിയ, ഇസ്മിയ ജുംല. ഏഴാമത്തെ ചോദ്യം അൽ വസീറു ആദിലുൻ, മന്ത്രി നീതിമാനാണ്. മാഹുൽ മുബ്തദ ഫി ഹാദിൽ ജുംലത്തി, ഈ ജുംലയിലെ മുബ്തദ ഏതാണ്? ആൻസർ അൽ വസീറു, മന്ത്രി എന്നുള്ളതാണ്. അടുത്തത് എട്ടാമത്തെ നവാഫിദു മഫ്തൂഹത്തുൻ, മാഹുൽ ഖബറു ഫി ഹാദിൽ ജുംലത്തി, ഈ ജുംലയിലെ ഖബർ ഏതാണ്? അതിലെ ഖബർ മഫ്തൂഹത്തുൻ എന്നുള്ളതാണ്. അടുത്ത രണ്ടാമത്തെ ബ്ലോക്കിലെ കാന വ അഖ്വാത്തുഹ എന്ന ഒന്നാമത്തെ യൂണിറ്റ്. കാന വ അഖ്വാത്തു അഫ്ആൽ നാഖിസത്തുൻ നാസിഖത്തുൽ തദല്ലു അൽ ജുംലത്തുൽ ഇസ്മിയ, കാനയും അതിൻ്റെ സഹോദരങ്ങളും നാഖിസായ ഫിഅലുകളാണ്. നാസിഖത്തുൻ, അത് ദുർബലപ്പെടുത്തുന്നതാണ് എന്ന് പറഞ്ഞാൽ മുബ്തദൻ്റെ ഖബറിൻ്റെയും ഇഅ്റാബുകളെ അത് ദുർബലപ്പെടുത്തുന്നതാണ്. തദ്ഖുലു അൽ ജുംലത്തുൽ ഇസ്മിയ, ഇസ്മിയ ജുംലയുടെ മേൽ പ്രവേശിക്കുന്നതാണ്. ഫഹിയ കാന, അസ്ബഹ, സാറ, ലൈസ, ബാത, അളഹ, അംസ, വല്ല, മാബരിഹ, മാഫക, മാസാല, മാഫത്തിയ, മാദാമ. ഇദാ ദഖലത് ഹാദിഹിൽ അഫ്ആലു അൽ ജുംലത്തുൽ ഇസ്മിയ, ഈ ഫിഅലുകൾ ഇസ്മിയ ജുംലയുടെ മേൽ പ്രവേശിച്ചാൽ യകൂനു മുബ്തദഉ ഇസ്മുഹ, മുബ്തദ എന്താവും? അതിൻ്റെ ഇസ്മാവും. യകൂനു മുബ്തദഉ ഇസ്മഹ, മുബ്തദ കാനയുടെ ഇസ്മാവും. വയബഖ മർഫൂഅൻ, അത് റഫ്അ ചെയ്യപ്പെട്ടതായി അവശേഷിക്കും. യകൂനുൽ ഖബറു, ഖബറാവും. ഖബറഹ, അതിൻ്റെ ഖബറാകും, കാനയുടെ ഖബറാകും. ഫയസിറു മൻസൂബൻ, അപ്പോൾ അതെന്ത് ചെയ്യും? നസ്ബ് ചെയ്യപ്പെട്ടത് ആകും. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് നോക്കാം. ഉദ്കുർ സലാസത മിൻ അഖ്വാത്തി കാന, കാനയുടെ സഹോദരങ്ങളിൽ നിന്ന് 3 എണ്ണത്തെ പറയുക. ആൻസർ അസ്ബഹ, സാറ, ലൈസ. രണ്ടാമത്തെ ചോദ്യം മാദാ നുസമ്മിൽ മുബ്തദ ഇദാ ദഖലത് അലൈഹി കാന വ അഖ്വാത്തുഹ,
മുബ്തദ എന്താണ് പേര് പറയപ്പെടുക? അതിൻ്റെ മേൽ കാന അഖ്വാത്തുകൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ മുബ്തദ അതിൻ്റെ ഇസ്മ എന്ന് പറയപ്പെടും. ആൻസർ ഇസ്മു കാന, കാനയുടെ ഇസ്മ എന്ന് പേര് പറയപ്പെടും. അടുത്ത ചോദ്യം, മാതാ നുസമ്മൽ ഖബറ ഇദാ ദഖലത അലൈഹി കാന വ അഖ്വാതുഹ. കാന അതിൻ്റെ സഹോദരങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഖബറിന് എന്താണ് പേര് പറയുക? അത് ഖബർ കാന, കാനയുടെ ഖബർ എന്നാണ് പേര് പറയപ്പെടുക. നാലാമത്തെ ചോദ്യം, മാഹുൽ അറാബുൽ മുബ്തദി ഇദാ ദഖലത അലൈഹി കാന വ അഖ്വാതുഹ. മുബ്തദയുടെ ഇറാബ് എന്താണ്? അതിന് കാന അഖ്വാതുഹൽ അതിൻ്റെ മേൽ പ്രവേശിച്ചു വന്നാൽ അപ്പോൾ എന്താണ് മുബ്തദയുടെ ഇറാബ്? യകുൽ മുബ്തദ മർഫൂഅൻ, മുബ്തദ എന്ത് ചെയ്യും? റഫ്ഉ ചെയ്യപ്പെട്ടതാകും. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, മാഹു ഇറാബുൽ ഖബരി ഇദാ ദഖലത അലൈഹി കാന വ അഖ്വാതുഹ. ഖബറിൻ്റെ ഇറാബ് എന്താണ്? അതിൻ്റെ മേൽ കാന അഖ്വാതുഹൽ പ്രവേശിച്ചു വന്നാൽ. ആൻസർ യകുൽ ഖബറു മൻസൂബൻ, ഖബർ എന്താവും? നസ്ബ് ചെയ്യപ്പെട്ടത് ആകും. അടുത്ത ചോദ്യം, മാഹി അഖ്വാത്തു കാന അല്ലത്തി തദലു അൽ ഇസ്തിംറാരി. തുടർച്ചയായി നടക്കുന്നു എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന കാനയുടെ സഹോദരങ്ങൾ ഏതാണ്? ആൻസർ മാദാമ, മാബരിഹ, മാഫത്തിഅ, മാസാല. അടുത്ത ചോദ്യം, മാഹിയ അഖ്വാത്തു കാന അല്ലത്തി തുഫീദുൽ ഔഖാത്തുൽ മുഖ്തലിഫ. വ്യത്യസ്തമായ സമയങ്ങളെ ഫായിദ വെപ്പിക്കുന്ന കാനയുടെ അഖ്വാത്തുകൾ ഏതൊക്കെയാണ്? ആൻസർ അസ്ബഹ, അംസ, അളഹ, മാത, ദല്ല. അടുത്ത എട്ടാമത്തെ ചോദ്യം, മാഹുൽ ഫിഅലു നാഖിസുല്ലദി യുഅബ്ബിറു അൻ തൗഖീത്തിൽ ലൈലി. രാത്രി സംഭവിച്ചു എന്നതിൻ്റെ മേൽ ഉദ്ധരിക്കുന്ന നാഖിസായ ഫിഅൽ ഏതാണ്? ആൻസർ ബാത്ത. അടുത്ത ചോദ്യം, മാഹുൽ ഫിഅലു നാഖിസുല്ലദി യദുല്ലു തഹവ്വുലു ശൈഇ ഇലൽ ഹാലത്തി ജദീദത്തി. ഒരു വസ്തു ഒരു പുതിയ അവസ്ഥയുടെ മേൽ ചേഞ്ചായി എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന നാഖിസായ ഫിഅൽ ഏതാണ്? ആൻസർ ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് മാദാമ എന്നുള്ളതാണ്, അത് തെറ്റാണ്. സ്വാറ എന്നുള്ളതാണ് ശരിയായ ആൻസർ. രണ്ടാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റിലെ റീക്യാപ്പ് നോക്കാം. യൂണിറ്റിൻ്റെ പേര് ഇന്ന വ അഖ്വാതുഹ. ഇന്ന അഖ്വാതുഹ ഹുറൂഫുൻ നാസിഖത്തുൻ തദ്ഖുലു അൽ ജുംലത്തുൽ ഇസ്മിയ. ഇന്നയും അതിൻ്റെ സഹോദരങ്ങളും നാസിഖായ ഹർഫുകളാണ് എന്ന് പറഞ്ഞാൽ മുബ്തദയുടെ ഖബറിൻ്റെയും ഇറാബുകളെ നസ്ഖ് ചെയ്യുന്നതാണ്. അതിനെ മായ്ച്ചു കളയുന്നതാണ്. തദ്ഖുലു അൽ ജുംലത്തുൽ ഇസ്മിയ, ഇസ്മിയ ജുംലയുടെ മേൽ പ്രവേശിക്കുന്നതാണ്. വഹിയ ഇന്ന, അന്ന, കഅന്ന, ലാകിന്ന, ലൈത, ലഅല്ല. ഇദാ ദഖലത ഹദിൽ ഹുറൂഫ് അൽ ജുംലത്തുൽ ഇസ്മിയ, ഇസ്മിയ ജുംലയുടെ മേൽ ഈ ഹർഫുകൾ പ്രവേശിച്ചാൽ യകൂനുൽ മുബ്തദ ആവും, ഇസ്മഹ ഇസ്മാവും, അതിൻ്റെ ഇസ്മാവും. യകുനു ഇറാബുഹു മൻസൂബൻ, അതിൻ്റെ ഇറാബ് നസ്ബ് ചെയ്യപ്പെട്ടതാവും. യകുൽ ഖബറു ഖബറഹ, ഖബർ എന്ത് ചെയ്യും? അതിൻ്റെ ഖബറാവും. ഫസീറു മർഫൂഅൻ, അപ്പോൾ അത് റഫ്ഉ ചെയ്യപ്പെട്ടതാകും. അപ്പോൾ ഇസ്മിന് നസ്ബും ഖബറിന് എന്തായിരിക്കും? റഫ്ഉം ആയിരിക്കും. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. കം ഹർഫൻ ഫി അഖ്വാത്തി ഇന്ന. ഇന്ന സഹോദരങ്ങൾക്ക് എത്ര ഹർഫുകളുണ്ട്? സിത്തത്ത്, 6 എണ്ണമുണ്ട്. സിത്തത്തുൻ. രണ്ടാമത്തെ മാഹി അഖ്വാത്തു ഇന്ന, ഇന്നയുടെ സഹോദരങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ഇന്ന, അന്ന, കഅന്ന, ലാകിന്ന, ലൈത, ലഅല്ല. മൂന്നാമത്തെ ചോദ്യം, മാദാ നുസമ്മി അൽ മുബ്തദ ഇദാ ദഖലത അലൈഹ ഇന്ന വ അഖ്വാതുഹ. ഇന്ന അഖ്വാതുഹൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ മുബ്തദയ്ക്ക് എന്താണ് പേര് പറയുക? ഇസ്മു ഇന്നായി, ഇന്നയുടെ ഇസ്മു. അടുത്തത്, മാഹി നുസമ്മൽ ഖബറ ഇദാ ദഖലത അലൈഹി ഇന്ന വ അഖ്വാതുഹ. ഇന്ന അഖ്വാതുഹൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഖബറിന് എന്താണ് പേര് പറയപ്പെടുന്നത്? ആൻസർ ഖബർ ഇന്ന. അഞ്ചാമത്തെ ചോദ്യം, മാഹു ഇറാബുൽ മുബ്തദ ഇദാ ദഖലത അലൈഹി ഇന്ന വ അഖ്വാതുഹ. ഇന്ന അഖ്വാതുഹ പ്രവേശിച്ചു കഴിഞ്ഞാൽ മുബ്തദയുടെ ഇറാബ് എന്തായിരിക്കും? അപ്പോൾ യകൂനു മുബ്തദ മൻസൂബൻ, മുബ്തദ നസ്ബ് ചെയ്യപ്പെട്ടതായിരിക്കും. ആറാമത്തെ ചോദ്യം, മാഹു ഇറാബുൽ ഖബരി ഇദാ ദഖലത അലൈഹ ഇന്ന വ അഖ്വാതുഹ. ഇന്ന അഖ്വാതുഹ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഖബറിൻ്റെ ഇറാബ് എന്തായിരിക്കും? ആൻസർ യകുൽ ഖബറു മർഫൂഅൻ,
ഖബർ എന്ത് റഫ്ഉ ചെയ്യപ്പെട്ടതായിരിക്കും. ഏഴാമത്തെ ചോദ്യം മാഹിയ ഉഖ്തു ഇന്നല്ലത്തി തുഫീദുൽ ഇസ്തിദ്റാക. ഇസ്തിദ്റാക്കിനെ ഫായിദ വെപ്പിക്കുന്ന ഇന്നയുടെ സഹോദരൻ ഏതാണ്? ആൻസർ ലാക്കിന്ന. അടുത്ത എട്ടാമത്തെ ചോദ്യം മാതാ തുഫീദു കഅന്ന. കഅന്ന എന്താണ് ഫായിദ വെപ്പിക്കുന്നത്? ആൻസർ തസ്ബീഹു ഇസ്മഹ ബിഖബരിഹ. അതിൻ്റെ ഇസ്മ അതിൻ്റെ ഖബറിനോട് എന്ത് ചെയ്യും? സാദൃശ്യത്തെ എന്ത് ചെയ്യും? ഫായിദ വെപ്പിക്കും. ഒമ്പതാമത്തെ ചോദ്യം മാതാ തുഫീദു ലൈത്ത. ലൈത്ത എന്താണ് ഫായിദ വെപ്പിക്കുന്നത്? തുഫീദു തമന്നി വ തലബുൽ മുസ്തഹീൽ. ആഗ്രഹത്തെ ഫായിദ വെപ്പിക്കും, അതേപോലെ അസംഭവ്യത്തെ തേടലിനെ ഫായിദ വെപ്പിക്കും. പത്താമത്തത് മാഹിയൽ ഹുറൂഫുല്ലത്തി തുഫീദു തറജ്ജി വ റഗ്ബ. ആഗ്രഹത്തെ പ്രതീക്ഷയെ ഫായിദ വെപ്പിക്കുന്ന ഹർഫ് ഏതാണ്? ആൻസർ ലഅല്ല. അടുത്തത് മൂന്നാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റാണ് ജുംലത്തുൽ ഫിഅലിയ. അൽ ജുംലത്തുൽ ഫിഅലിയത്തു ഹിയൽ ജുംലത്തുല്ലത്തി തുബ്തദഉ ബിൽ ഫിഅലി വ യദ്ഖുലു ഫി തർകീബിഹ അൽ ഫിഅലു വൽ ഫാഇലു. ഫിഅലിയ ജുംല എന്ന് പറഞ്ഞാൽ അതൊരു ജുംലയാണ്, അതൊരു സെൻറ്റൻസ് ആണ്. ഇങ്ങനെയുള്ള സെൻറ്റൻസ് ആണ്. തുബ്തദഉ ബിൽ ഫിഅലി, ഫിഅൽ കൊണ്ട് ആരംഭിക്കപ്പെടുന്നതാണ്. വ യദ്ഖുലു ഫി തർകീബിഹ, അതിനെ കൂട്ടിച്ചേർക്കുന്നതിൽ പ്രവേശിക്കുന്നതാണ്. അൽ ഫിഅലു വൽ ഫാഇലു, ഫിഅലും ഫാഇലും പ്രവേശിക്കും. വഖദ് തഹ്തവി അലൽ മഫ്ഊലി ബിഹി വാഹിദിൻ, ചിലപ്പോൾ ഒരു മഫ്ഊലി ബിഹിയുടെ മേൽ ചുറ്റി വരും. ഔ ഇസ്നൈനി, അല്ലെങ്കിൽ രണ്ടെണ്ണത്തിൻ്റെ മേൽ ഹസ്വൽ മഅന, അർത്ഥമനുസരിച്ച്. അൽ ഫിഅലു ഫിൽ ജുംലത്തി, ജുംലയിൽ ഫിഅലിൻ്റെ ഇനമനുസരിച്ച്. അൽ ഫിഅലു, ഫിഅൽ എന്ന് പറഞ്ഞാൽ ഹുവ കലിമത്തുൻ, അതൊരു പദമാണ്. തദുല്ലു അലാ ഹുദൂസിൻ ഫിഅലിൻ ഫി അഹദിൻ മിനൽ അസ്മിനത്തി സലാസത്തി, മൂന്ന് കാലങ്ങളിൽ നിന്ന് ഒരു കാലത്തിൻ്റെ മേൽ ഒരു പ്രവൃത്തി ഉണ്ടായതിൻ്റെ മേൽ അറിയിക്കുന്ന പദത്തിനാണ് ഫിഅൽ എന്ന് പറയുന്നത്. ആ മൂന്ന് കാലങ്ങൾ ഏതൊക്കെയാണ്? അൽ മാദി ഭൂതകാലം, അൽ ഹാദിറു വർത്തമാനകാലം, അൽ മുസ്തഖ്ബിലു ഭാവി കാലം. അൽ ഫിഅലുൽ മാദി, മാദിയായ ഫിഅൽ എന്ന് പറഞ്ഞാൽ വമാ യദുല്ലു അലാ അമലിൻ തമ്മ ഫി സമനിൽ മാദി, ഭൂതകാലത്തിൽ പൂർത്തിയായൊരു പ്രവൃത്തിയുടെ മേൽ അറിയിക്കുന്നതാണ്. അൽ ഫിഅലുൽ മുദാരിഉ, മുദാരിആയ ഫിഅൽ എന്ന് പറഞ്ഞാൽ തദുല്ലു അലാ അമലിൻ, ഒരു അമലിൻ്റെ മേൽ അറിയിക്കും. യതിമു ഫിൽ ഹാദിരി വൽ മുസ്തഖ്ബിലി, വർത്തമാനകാലത്ത് അല്ലെങ്കിൽ ഭാവി കാലത്തിൻ്റെ പൂർത്തീകരിക്കുന്ന ഒരു അമലിൻ്റെ മേൽ, ഒരു പ്രവൃത്തിയുടെ മേൽ അത് അറിയിക്കും. അതാണ് ഫിഅലുൽ മുദാരി, ഭൂതകാലം എന്ന് പറഞ്ഞാൽ. തഅതി സിയാഖത്തുൽ ഹാദിർ വൽ മുസ്തഖ്ബിലി ഫി ശക്ലിൻ വാഹിദിൻ, ഹാദിറിൻ്റെ മുസ്തഖ്ബിലിൻ്റെയും വർത്തമാനകാലത്തിൻ്റെയും ഭാവി കാലത്തിൻ്റെയും പദം സീഗ ഒരു ആകൃതിയിലാണ്, ഒരു രൂപത്തിലാണ് വരിക. ഇഫ്ഹമു സമനുൽ ഫിഅലുൽ മുദാരിഉ മിൻ സിയാഖിൽ ജുംലത്തി, മുദാരിആയ ഫിഅലിൻ്റെ അതിൻ്റെ കാലത്തെ അറിയപ്പെടും. മിൻ സിയാഖിൽ ജുംലത്തി, ജുംലയിൽ അതിൻ്റെ സാഹചര്യം അനുസരിച്ച് മനസ്സിലാകും. ഫയഖ്തസുൽ മുസ്തഖ്ബലു ബിഇളാഫത്തി സീൻ, അപ്പോൾ ഭാവി കാലത്ത് സീനെ ചേർക്കൽ കൊണ്ട് ഭാവി കാലത്തെ പ്രത്യേകമാക്കപ്പെടും. ഔ സൗഫ, അല്ലെങ്കിൽ സൗഫെ ഖബലൽ ഫിഅലി, ഫിഅലിന് മുമ്പ്. അൽ ഫാഇലു ഇസ്മുൻ മർഫൂഉൻ യസ്ബഖുഹു ഫിഅലുൻ, ഫാഇൽ എന്ന് പറഞ്ഞാൽ റഫ്ഉ ചെയ്യപ്പെട്ട നാമമാണ്. യസ്ബഖുഹു, അതിൻ്റെ മുമ്പ് മുൻകടക്കുന്നതാണ് ഫിഅലുൻ, ഫിഅൽ മുൻകടക്കും. യദുല്ലു അലാ മൻ ഫഅലൽ ഫിഅല ഔ ഇത്തസഫ ബിഹി, യദുല്ലു ആ ഫിഅൽ അറിയിക്കും. അലാമൻ, ഒരുത്തിൻ്റെ മേൽ ഫഅലൽ ഫിഅല, അവൻ പ്രവൃത്തിയെ ചെയ്തിരിക്കുന്നു, അങ്ങനെയുള്ള ഒരുത്തിൻ്റെ മേൽ അറിയിക്കും. ഔ ഇത്തസഫ ബിഹി, അല്ലെങ്കിൽ എന്താണ് ആ പ്രവൃത്തി കൊണ്ടിട്ട് വിശേഷണം ശ്രദ്ധിച്ചിരിക്കുന്നു. ഈ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ആൻസേഴ്സ് നോക്കാം. മാതാ നുസമ്മൽ ജുംലത്തല്ലത്തി തുബ്ദഉ ബിൽ ഫിഅൽ, ഫിഅൽ കൊണ്ട് ആരംഭിക്കപ്പെടുന്ന ജുംലയ്ക്ക് എന്താണ് പേര് പറയുക? ആൻസർ ജുംലത്തുൽ ഫിഅലിയ. രണ്ടാമത് മിമത്തതക്കവനിൽ ജുംലത്തുൽ ഫിഅലിയ, ഫിഅലിയ ജുംല എന്തിനാൽ രൂപപ്പെടുന്നു? അൽ ഫിഅലു അൽ ഫാഇലു അൽ മഫ്ഊലു ബിഹി, ഫിഅലും ഫാഇലും മഫ്ഊലുമായിട്ട് ഇവരുള്ള ആളാണ് കൂടി ചേർന്ന് അത് ഉണ്ടാകുന്നത്. മാഹുൽ ഫിഅലു, ഫിഅൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഫിഅലു മാ ഹുവ കലിമത്തുൻ തദുല്ലു അലാ ഹുദൂസിൻ ഫിഅലിൻ ഫി അഹദി മിനൽ അസ്മിനത്തി സലാസത്തി. അർത്ഥം പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. അടുത്തത് നാലാമത്തെ ചോദ്യം, അരിഫ് ഫിഅലുൽ മാദി, ഭൂതകാല ക്രിയയ്ക്ക് നിർവചനം നൽകുക. ആൻസർ മാ യദുല്ലു അലാ അമലിൻ തമ്മ ഫി സമനിൽ മാദി. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, മാഹുൽ ഫിഅലുൽ മുദാരിഉ, മുദാരിആയ ഫിഅൽ എന്ന് പറഞ്ഞാൽ എന്താണ്?
അൽ ഫഅലുൽ മുദാരിഉ മാ യദുല്ലു അലാ അമലിൻ യതിമ്മു ഫിൽ ഹാദിരി വൽ മുസ്തഖ്ബിലി. ഹാദിറിൽ മുസ്തഖ്ബിലിൽ പൂർത്തിയായ ഒരു പ്രവൃത്തിൻ്റെ മേൽ അറിയിക്കുന്ന ഒന്നാണ്. ഈ ആറാമത്തെ ചോദ്യം, ബിമ യുഫ്ഹമു സമിഉൽ ഫഅലുൽ മുദാരി മുസ്തഖ്ബിലൻ. മുദാരിയായ ഫഅലിന് ഭാവി കാലമാണെന്ന് എങ്ങനെ അറിയിക്കപ്പെടും? ആൻസർ, ബിഇളാഫത്തി സീൻ ഔ സൗഫ ഖബ്ലൽ മുദാരിഇ. മുദാരിഇന് മുമ്പ് സീനോ സൗഫയോ ചേർക്കൽ കൊണ്ടിട്ട് അറിയപ്പെടും, മനസ്സിലാക്കപ്പെടും. അടുത്ത ചോദ്യം, മാഹുവൽ ഫാഇലു. ഫാഇൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ, ഇസ്മുൻ മർഫൂഉൻ യസ്തഖ്ബിഹു ഫിഅലുൻ യദുല്ലു അലാ മൻ ഫഅലൽ ഫിഅല ഔ ഇത്തസഫ ബിഹി. അടുത്ത ചോദ്യം, ഉദ്കുറു മിസാലൈനിൽ ജുംലത്തിൽ ഫിഅലിയ. ഫിഅലിയ ജുംലയ്ക്കിൻ്റെ 2 ഉദാഹരണം പറയുക. എട്ടാമത്തെ ചോദ്യം, ഉദ്കുറു മിസാലൈനിൽ ജുംലത്തിൽ ഫിഅലിയ ജുംലയ്ക്ക് 2 ഉദാഹരണം പറയുക. ആൻസർ, ഹഫ്ദൽ മുഹ്സിൻ ഖുർആൻ കരീം. മുഹ്സിനിൻ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കി. കത്തബത്ത് ഫാത്തിമത്തു റിസാലത്തൻ. ഫാത്തിമ കത്ത് എഴുതി. 9ാമത്തെ ചോദ്യം, ഉദ്കുർ സലാത്ത അംസലത്തിൽ ഫഅലിൽ മാദി. മാദിയ ഫഅലിന് 3 ഉദാഹരണം പറയുക. ആൻസർ, അമറ, ഷാഹദ, സബത. 10ാമത്തെ ചോദ്യം, ഉദ്കുർ സലാത്ത അംസലത്തിൽ ഫഅലിൽ മുദാരി. മുദാരിയായ ഫഅലിന് 3 ഉദാഹരണം പറയുക. ആൻസർ, യദ്രിസു, യർതവി, തസ്മഉ. അടുത്ത 3ാമത്തെ ബ്ലോക്കിലെ 2ാമത്തെ യൂണിറ്റ്, ജുംലത്തുൽ ഫിഅലിയ 2. റീക്യാപ്പ് നോക്കാം. അൽ ഫഅലുൽ മബ്നിയു ലിൽ മഅലൂമി അൽ ഫഅലുൽ മഅറൂഫി ഹുവൽ ഫഅലു അല്ലദി യുഅറഫു ഫാഇലുഹു വയദ്കറു സവാഉൻ കാന ഫിൽ ഫാഇലി ളാഹിറൻ ഔ ളമീറൻ. ഫിഅൽ എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് മഅറൂഫായിരിക്കും, അറിയപ്പെട്ടതായിരിക്കും, അറിയപ്പെട്ടതിന് വേണ്ടിയിട്ട് എടുക്കപ്പെട്ടതായിരിക്കും. എന്ന് പറഞ്ഞാൽ മാദി മഅറൂഫ്, ഫിഅൽ എന്തായിരിക്കും? മഅറൂഫായിരിക്കും. ചിലപ്പോൾ എന്താണ്? അറിയപ്പെടാൻ വേണ്ടി എടുക്കപ്പെട്ട ഫിഅലായിരിക്കും. ആ ഫിഅലുൽ മഅറൂഫു, അല്ലെങ്കിൽ എന്താണ്? മഅറൂഫായ ഫിഅലായിരിക്കും, മബ്നിയായ ഫിഅലായിരിക്കും. എന്ന് പറഞ്ഞാൽ മജ്ഹൂലായ ഫിഅലായിരിക്കും എന്നർത്ഥം. മഅറൂഫ് എന്ന് പറഞ്ഞാൽ മജ്ഹൂൽ അല്ലാത്ത ഫിഅലായിരിക്കും. ഹുവൽ ഫഅലു അല്ലദി യുഅറഫു ഫാഇലുഹു എന്ന് പറഞ്ഞാൽ ഫാഇലിനെ അറിയപ്പെട്ടതിനാണ് മഅറൂഫായ ഫിഅൽ എന്ന് പറയുന്നത്. യദ്കുറു സവാഉൻ കാന, യദ്കുറു പറയപ്പെടും, സവാഉൻ കാന ഹാദൽ ഫാഇലു, ആ ഫാഇൽ ആകട്ടെ, ളാഹിറൻ പ്രത്യക്ഷത്തിലാകട്ടെ, ഔ ളമീറൻ അല്ലെങ്കിൽ എന്താണ്? ലമീർ ആകട്ടെ, മറക്കപ്പെട്ടതാകട്ടെ. അൽ ഫഅലുൽ മജ്ഹൂലു. മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ വൽ ഫഅലു അല്ലദി ലാ യുഅറഫു ഫാഇലു, ഫാഇലിനെ അറിയപ്പെടാത്ത ക്രിയയ്ക്കാണ് മജ്ഹൂലായ ഫിഅൽ എന്ന് പറയുന്നത്. വയകൂനുൽ മഫ്ഊലു ബിഹി, മഫ്ഊലു ബിഹി ആവും നായിബൻ അനിൽ ഫാഇലി, ഫാഇലിനെ തൊട്ട് പകരമാകും. യുബ്നൽ ഫഅലുൽ മാദിൽ മഅറൂഫ്. മാദി മഅറൂഫായ ഫഇലിന് എടുക്കപ്പെടും. സഹീഹായ ഫഇലിൽ നിന്ന് മാദി മഅറൂഫിന് എടുക്കപ്പെടും. മജ്ഹൂലി, മജ്ഹൂലിന് വേണ്ടി എങ്ങനെ? ബിഅൻ യുക്സറ മാ ഖബ്ല ആഖിരിഹി, അവസാനത്തിന് മുമ്പുള്ളതിന് കസ്ർ ചെയ്യപ്പെടും. വയുളമ്മു കുല്ലു മുതഹരിക്കിൻ ഖബ്ല ദാലിക. യുളമ്മു കുല്ലു മുതഹരി, ഹർക്കത്തുള്ളതിനെല്ലാം ലമ്മ് ചെയ്യപ്പെടും. ഖബ്ല ദാലിക, അതിന് മുമ്പ്. അൽ ഫഅലുൽ മുദാരിഉ. മുദാരിയായ ഫഇൽ എന്ന് പറഞ്ഞാൽ മഅറൂഫ് സഹീഹായ മഅറൂഫായ മുദാരിയായ ഫഇൽ എന്ന് മജ്ഹൂലിന് വേണ്ടി ഉള്ള സഹീഹായ മഅറൂഫായ മുദാരിയായ ഫഇൽ ഈ യതിമ്മു ബിനാഉഹു ലിൽ മജ്ഹൂലി, മജ്ഹൂലിന് വേണ്ടി എടുക്കൽ പൂർത്തിയാകും. ലമ്മി അവലിഹി, അവസാനം ആദ്യത്തിന് ലമ്മ് ചെയ്യൽ കൊണ്ട്. ഫതഹ കുല്ല മുതഹരിക്കിൻ ഖബ്ല ആഖിരിഹി, അതിൻ്റെ അവസാനത്തിന് മുമ്പുള്ളത് ഹർക്കത്തുള്ള എല്ലാത്തിനും ഫതഹ ചെയ്യൽ കൊണ്ടിട്ടും. ഇതാ ബുനിയൽ ഫഅലു ലിൽ മജ്ഹൂലി, മജ്ഹൂലിന് വേണ്ടിയായിട്ട് ഫഅലിനെ എടുക്കപ്പെട്ടാൽ യുഹ്ദഫു ഫാഇലുഹു, അതിൻ്റെ ഫാഇലിനെ കളയപ്പെടും. മഹല്ലു മഫ്ഊലു ബിഹി, മഫ്ഊലു ബിഹിനെ ഇറക്കുന്നതാണ് മഹല്ലഹു, അതിൻ്റെ സ്ഥാനത്ത്. വയുഖദു ഹുക്മുൽ ഇഅറാബി, അറബിയായ ഹുക്കുമ് നൽകും. വയുസമ്മ നായിബുൽ ഫാഇലി, അതിനെ പ്രതികർത്താവ് കർത്താവിൻ്റെ സ്ഥാനത്ത് അതിനെ അടക്കും, അതിനെ പ്രതികർത്താവ് എന്നാണ് പറയപ്പെടുക.
നായിബുൽ ഫായില് മർഫൂൻ, നായിബ് ഫായില് റഫ്അ ചെയ്യപ്പെട്ടതായിരിക്കും. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാം. മാതാ നുസമ്മൽ ഫഅലുല്ലദി യുറഫു ഫഅലു, ഫായില് അറിയപ്പെടുന്ന ഫഅലിന് എന്താണ് പറയുന്നത്? ആൻസർ അൽ ഫഅൽ മഅറൂഫു അൽ ഫഅൽ മബ്നിയു ലിൽ മഅലൂമി. രണ്ടാമത്തെ ചോദ്യം, മാതാ നുസമ്മൽ ഫഅലുല്ലദി ലാ യുദ്കറു വലാ യുറഫു ഫഅലുഹു, ഫഅലിനെ പറയപ്പെടുന്നുണ്ട്, ഫായിലിനെ പറയപ്പെടാത്ത അറിയപ്പെടാത്ത ഫഅലിന് പറയപ്പെടുന്ന പേരെന്ത്? ആൻസർ അൽ ഫഅൽ മബ്നിയു ലിൽ മജ്ഹൂലി, മജ്ഹൂലിന് വേണ്ടി എടുക്കപ്പെട്ട ഫഅൽ. മൂന്നാമത്തെ ചോദ്യം, ഇസ്മുൻ ആഖിറുൽ ഫഅൽ മബ്നിയിൽ ലിൽ മജ്ഹൂലി, മജ്ഹൂലിന് വേണ്ടി എടുക്കപ്പെട്ട ഫഅലിലെ മറ്റൊരു പേരെന്ത്? ആൻസർ ഫഅലുൻ ലാ യുസമ്മ ഫാഇലുഹു, ഫാഇൽ പറയപ്പെടാത്ത ഫഅൽ. നാലാമത്തെ ചോദ്യം, മാതാ നുസമ്മൽ മഫ്ഊലു ബിഹി അല്ലദി യഹല്ലു മഹല്ലൽ ഫാഇലി ഇൻദമാ യുബ്നൽ ഫഅലു ലിൽ മജ്ഹൂലി വഹദഫു ഫാഇലുഹു, മഫ്ഊലു ബിഹിന് എന്താണ് പേര് വെക്കപ്പെടുക? അല്ലാതെ എങ്ങനെയുള്ള മഫ്ഊലു ബിഹിയാണ്? യഹല്ലു മഹൽ ഫാഇലി, ഫാഇൽ സ്ഥാനത്ത് ഇറക്കുന്ന, അതേപോലെ ഇൻദമാ യുബ്നൽ ഫഅലു ലിൽ മജ്ഹൂലി, മജ്ഹൂലിന് വേണ്ടി ഫഅൽ എടുക്കപ്പെടുന്ന സന്ദർഭത്തിലും, വഹദഫു ഫാഇലുഹു, ഫാഇൽ കളയപ്പെടുന്ന സന്ദർഭത്തിലും ഫായിലിൻ്റെ സ്ഥാനത്ത് ഇറക്കുന്ന മഫ്ഊലു ബിഹിയെ നാം എന്താണ് പേര് പറയപ്പെടുക? ആൻസർ നായിബുൽ ഫാഇൽ. അഞ്ചാമത്തെ ചോദ്യം, മാഹു ഇഅ്റാബ് നായിബുൽ ഫാഇൽ, നായിബുൽ ഫാഇലിൻ്റെ ഇഅ്റാബ് എന്താണ്? ആൻസർ റഫ് ആണ്. ആറാമത്തെ ചോദ്യം, ഖുത്ലുൽ മുജ്രിമു, കുറ്റവാളിയെ കൊല്ലപ്പെട്ടു. മാഹുവ ഫഅൽ മബ്നിയിൽ മജ്ഹൂലി ഫി ഹാദിൽ ജുംലത്തി, ഈ ജുംലയിൽ മജ്ഹൂലിന് എടുക്കപ്പെട്ട ഫഅൽ എന്താണ്? ആൻസർ ഖുതില. അടുത്തത്, യുഅഖദുൽ മുഅ്തമർ, മാഹുവ നായിബുൽ ഫാഇൽ ഫി ഹാദിൽ ജുംലത്തി, ഈ ജുംലയിലെ നായിബ് ഫാഇൽ ഏതാണ്? ആൻസർ മുഅ്തമർ എന്നുള്ളതാണ്. എട്ടാമത്തെ ചോദ്യം, കൈഫ യുബ്നൽ ഫഅലുൽ മാദിൽ മഅറൂഫ് ലിൽ മജ്ഹൂലി, മാദി മഅറൂഫായ ഫഅലിനെ എങ്ങനെയാണ് എടുക്കുക മജ്ഹൂലിന് വേണ്ടിയിട്ട്? ആൻസർ ബിഅൻ യുളമ്മ അവ്വലഹു, അതിൻ്റെ ആദ്യത്തിൽ ബിഅൻ യുളമ്മ അവ്വലുഹു, അതിൻ്റെ ആദ്യത്തിൽ ലമ്മ് ചെയ്യപ്പെടും. വയുക്സറു മാ ഖബലൽ ആഖിരി, അവസാനത്തിന് മുമ്പുള്ളതിന് കസ്ർ ചെയ്യപ്പെടും. ഒമ്പതാമത്തെ ചോദ്യം, കൈഫ ബിനൽ ഫഅലുൽ മുളാരിഅൽ മഅറൂഫ് ലിൽ മജ്ഹൂലി, മഅറൂഫായ മുളാരിഅയ ഫഅലിനെ മജ്ഹൂലിന് വേണ്ടിയിട്ട് എടുക്കപ്പെടുന്നത് എങ്ങനെ? ആൻസർ ബിഅൻ അവ്വലഹു, ആദ്യത്തേതിന് ലമ്മ് ചെയ്യപ്പെടും. വയുഫ്തഹു മാ ഖബലൽ ആഖിരി, അവസാനത്തിനുള്ളതിന് ഫത്ഹ നൽകപ്പെടും. പത്താമത്തെ ചോദ്യം, ഉദ്കുർ സിയാത്തിൽ മജ്ഹൂലി ലി ഫഇല അമറ, അമറ എന്ന ഫഅലിൻ്റെ മജ്ഹൂലായ സിഗ എഴുതുക. ആൻസർ ഉമിറ. ഉദ്കുർ സിയാത്തിൽ മജ്ഹൂലി ലി ഫഅലി യഅലമു, യഅലമു എന്ന ഫഅലിൻ്റെ മജ്ഹൂലായ സിഗത്ത് പറയുക. ആൻസർ യുഅലമു. നാലാമത്തെ ബ്ലോക്ക്, അസ്സർഫു ഔ അഹ്കാമുൽ മുഫ്രദാത്തി എന്ന നാലാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റിൽ റീക്യാപ്പ്. യജീഉൽ ഫാഇലു ഇസ്മൻ ലാഹിറൻ വഖദ് യകൂനു ളമീറൻ, യജീഉൽ ഫാഇലു, ഫാഇൽ വരും, ഇസ്മൻ ലാഹിറൻ, പ്രത്യക്ഷമായ നാമമായി വരും, വഖദ് യകൂനു ളമീറൻ, ചിലപ്പോൾ അത് മടക്കപ്പെട്ടതായിരിക്കും, ബാരിസൻ, വെളിവായത്, ഓ മുസ്തത്തർ അല്ലെങ്കിൽ മടക്കപ്പെട്ടത്. ഹസ്ബൽ ഇഖ്തിലാഫിൽ ഫാഇലി, ഫാഇലിൻ്റെ വ്യത്യാസമനുസരിച്ച് ഫിൽ ജുംലത്തി, ജുംലയിൽ. യുസ്റഫു കുല്ലു മിനൽ ഫഅലൈനിൽ മാദി വൽ മുളാരിഅ ഇലാ 14 സൂറത്തിൻ, മാദിയായ ഫഅലിൽ നിന്നും മുളാരിഅയ ഫഅലിൽ നിന്നുമുള്ള എല്ലാത്തിനെയും സർഫ് ചെയ്യപ്പെടും, പിന്നെ തിരിക്കപ്പെടും 14 രൂപങ്ങളിലേക്ക്. സലാസു സിയഗൻ ലിൽ ഗായിബിൽ മുദക്കരി, മറഞ്ഞതായ പുരുഷന് വേണ്ടി 3 എണ്ണം. സലാസു സിയഗൻ ലിൽ ഗായിബിൽ മുഅന്നസി, മറഞ്ഞതായ സ്ത്രീലിംഗത്തിന് 3 എണ്ണം. സലാസു സിയഗൻ ലിൽ ഹാദിൽ മുദക്കരി, അഭിസംബോധന ചെയ്യുന്ന ആണുങ്ങൾക്കുള്ള 3 എണ്ണം. സലാസു സിയഗൻ ലിൽ ഹാദിൽ മുഅന്നസി, അഭിസംബോധന ചെയ്യുന്ന സ്ത്രീകൾക്കുള്ള 3 എണ്ണം. സിയഗത്താനിൽ മുത്തക്കല്ലിമി, സംസാരിക്കുന്നതിനുള്ള 2 സിയഗ. അസിയഗത്തു വൽ വസ്നു ഇസ്മാനി ആഖറാനി ലിഹാദ സുവരി, സിയഗ എന്ന് പറഞ്ഞാലും വസ്ൻ എന്ന് പറഞ്ഞാലും ഇസ്മിൻ്റെ രൂപങ്ങൾക്കുള്ള മറ്റു 2 നാമങ്ങളാണ്. ലഫ്അൽ അംരി സിത്തു സിയഗിൻ, അമ്ര സിയഗയ്ക്ക് 6 അമ്ര ഫഅലുകൾക്ക് 6 സിയഗകളുണ്ട്.
സലാസു സിഗലിൽ മുദക്കരി 3 മുദക്കറിന് വേണ്ടി, സലാസു സിഗലിൽ മുഅന്നസി 3 സ്ത്രീലിംഗത്തിന് വേണ്ടി. അഫ്ആലു നഹി നഹീൻ്റെ ഫേലുകൾ സിത്തു സിയഗൈൻ അഫ്ആലു നഹീൻ്റെ ഫേലുകൾ കൊണ്ട് സിത്തു സിയഗൈൻ 6 സിയകളുണ്ട്. സലാസു സിഗലിൽ മുദക്കരി 3 പുല്ലിംഗത്തിന് വേണ്ടിയിട്ട്, സലാസു സിഗലിൽ മുഅന്നസി 3 സ്ത്രീലിംഗത്തിന് വേണ്ടിയിട്ട്. ഈ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഇലാക്കം സൂറത്തൻ യുസ്റഫുൽ ഫിഅലിൽ മാദിൽ മഅറൂഫ്. മാദി മഅറൂഫായ ഫെയിലുകൾ സർഫ് ചെയ്യപ്പെടുന്ന രൂപങ്ങൾ എത്ര? ആൻസർ എത്ര സൂറത്തിലേക്ക് രൂപങ്ങളിലേക്ക് അതിനെന്ത് സർഫ് ചെയ്യപ്പെടും? ആൻസർ ഇല 14 സൂറത്തൻ 14 രൂപങ്ങളിലേക്ക്. രണ്ടാമത്തെ ചോദ്യം കം വസ്നിൽ ഫിഅലിൽ മുദാരിഇൽ മഅറൂഫി. മഅറൂഫായ മുദാരിഅ ഫിഅലിൻ്റെ വസനുകൾ എത്ര? 14 വസനൻ 14 വസനുകൾ. മൂന്നാമത്തെ ചോദ്യം കം സീഗത്തിൽ ഫിഅൽ അംരി. അംർ ഫിഅലിനുള്ള സീഗകൾ എത്ര? ആൻസർ 6 സീഗൈൻ 6 സീഗകൾ. നാലാമത്തെ ചോദ്യം ഇലാ കം സൂറത്തിൻ യതഹവ്വലു ഫിഅലുൻ നഹിയുടെ ഫിഅലിനെ അതിനെ തിരിക്കപ്പെടുന്ന സൂറത്തുകൾ രൂപങ്ങൾ എത്ര? ആൻസർ ഇല 6 സുവരിൻ 6 രൂപങ്ങളിലേക്ക്. അഞ്ചാമത്തെ ചോദ്യം ഉദുക്കൽ സിയഗത്തൻ നസറു. നസറു എന്ന സിയഗ പറയുക. അപ്പോൾ ആൻസർ ജംഉ മുദക്കറിൻ ഗായിബിൽ ഫിഅലിൽ മാദി നസറ. നസറയുടെ മാദിയായ ഫിഅലിനുള്ള ജംഉ മുദക്കർ ഗായിബ്. അതായത് ഉദക്കർ സിയഗത്തൽ ജലസ്തുന്ന സിയഗ പറയുക. ജംഉ മുഅന്നസ ഹാദിർ ഫിഅലിൽ മാദി ജലസ. ജലസയുടെ മാദിയായ ഫിഅലിനുള്ള ജംഉ മുഅന്നസ ഹാദിർ. ഏഴാമത്തത് ഉദുക്കർ സിയഗത്ത യദ്രിബാനി എന്നിട്ട് സിയഗ പറയുക. തസ്നിയ മുദക്കർ ഗായിബുൽ ഫിഅലിൽ മുദാരിഇ യദ്രിബു. യദ്രിബയുടെ മുദാരിയായ ഫിഅലിൻ്റെ തസ്നിയ മുദക്കർ ഗായിബ്. അടുത്തത് നാലാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ ജൂൺ തസ്നിയുൽ അഫ്ആലി ഫിഅലുകളുടെ സർഫയിൽ എന്ന യൂണിറ്റിൻ്റെ റീക്യാപ്പ് നോക്കാം. യുസ്റഫുൽ ഫിഅലിൽ മാദിയായ ഫിഅലിനെ സർഫ് ചെയ്യപ്പെടും. അൽ മജ്ഹൂലിയായ മാദിയായ ഫിഅലിനെ സർഫ് ചെയ്യപ്പെടും. കമാ യുസ്റഫു ഫിഅലുൽ മാദിൽ മഅറൂഫി മാദി മഅറൂഫ് സർഫ് ചെയ്യപ്പെടുന്നത് പോലെ തമാമൻ പൂർണ്ണമായിട്ട് ബഅദമാ തമ്മ ബിനാഉഹു ലിൽ മജ്ഹൂലിന് വേണ്ടി പൂർണ്ണമായി എടുത്തതിന് ശേഷം ഹവല ഫിഅലിൽ മാദിൽ മജ്ഹൂലായ മാദിയായ ഫിഅലിനെ തെറ്റിക്കപ്പെടും. ഇലാ സലാസി സിയഗലിൽ ഗായിബി 3 മറഞ്ഞതായ പുരുഷന് വേണ്ടിയിട്ട്. സലാസൻ ലിൽ ഗായിബിൽ മുഅന്നസി മറഞ്ഞതായ സ്ത്രീക്ക് വേണ്ടിയിട്ട്. വകദാലിക പ്രധാന സലാസുൽ ലിൽ ഹാദിരി 3 അഭിസംബോധനകൾക്ക് മുദക്കരി അഭിസംബോധന ചെയ്യുന്ന പുല്ലിംഗത്തിന് വേണ്ടി. സലാസുൽ ഹാദിൽ മുഅന്നസി അഭിസംബോധന ചെയ്യുന്ന സ്ത്രീലിംഗത്തിന് വേണ്ടി. വൈസ്നാനിൽ മുത്തക്കല്ലിമ 2 സംസാരിക്കുന്നവന്. യുസ്റഫു ഫിഅലിൽ മുദാരിഅ ഫിഅലിന് സർഫ് ചെയ്യപ്പെടും. അൽ മജ്ഹൂലായ മുദാരിഅ ഫിഅലിന് സർഫ് ചെയ്യപ്പെടും. കമാ യുസ്റഫുൽ മുദാരിഅൽ മഅറൂഫായ മുദാരിഅ ഫിഅലിന് സർഫ് ചെയ്യപ്പെടുന്നത് പോലെ തമാമൻ പൂർണ്ണമായിട്ട് ബഅദമാ തമ്മ ബിനാഉഹു ലിൽ മജ്ഹൂലിന് വേണ്ടിയിട്ട് പൂർണ്ണമായി എടുത്തതിന് ശേഷം. വഹവല ഫിഅലിൽ മുദാരിഉൽ മജ്ഹൂലു ഇലാ 3 സിയഗ ലിൽ ഗായിബി മുദക്കരി. മജ്ഹൂലായ മുദാരിഅ ഫിഅലിനെ തെറ്റിക്കപ്പെടും മറഞ്ഞ 3 സിയഗയ്ക്ക് വേണ്ടിയിട്ട്. വസലാസുൽ ഗായിബിൽ മുഅന്നസി മറഞ്ഞ 3 സ്ത്രീലിംഗത്തിന് വേണ്ടിയിട്ട്. കദാലിക്ക സലാസുൽ ഹാദിരി പ്രാൻ തന്നെ 3 അഭിസംബോധന ചെയ്യുന്ന പുല്ലിംഗത്തിന് വേണ്ടി 3 സലാസുൽ ഹാദിൽ മുഅന്നസി അഭിസംബോധന ചെയ്യുന്ന സ്ത്രീലിംഗത്തിനുള്ള 3 വൈസ്നാനിൽ മുത്തക്കല്ലിമ 2 സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇലാക്കം സൂറത്തൻ യുസ്റഫു ഫിഅലിൽ മാദിൽ മജ്ഹൂലായ മാദിയായ ഫിഅലിനെ സർഫ് ചെയ്യപ്പെടുന്ന എത്ര രൂപത്തിലേക്ക്? 14 സൂറത്തൻ 14 രൂപങ്ങളിലേക്ക്. കം വസനിൽ ഫിഅൽ മുദാരിൽ മജ്ഹൂലായ മുദാരിൻ്റെ ഫിഅലിനുള്ള വസനുകൾ എത്ര? 14 വസനൻ 14 വസന്. ഉദുക്കർ സിയഗത്ത ഉമിറു എന്നതിൻ്റെ സിയഗ പറയുക. ജംഉ മുദക്കർ ഗായിബിൽ ഫഅൽ മാദിൽ മജ്ഹൂലി ഉമിറ ഉള്ള മാദിയായ മജ്ഹൂലായ ഫിഅലിനുള്ള ജംഉ മുദക്കർ ഗായിബ്.
ഇതൊക്കെ സിയാറത്ത് ദുരിബിനയുടെ സീറ പറയുക. ജംഉ മുഅന്നസ് ഗായിബിൽ ഫിൽ മാദിൽ മജ്ഹൂലി ദുരിബയുടെ മജ്ഹൂലായ മാദിയായ ഫെയിലിൻ്റെ ജംഉ മുഅന്നസ് ഗായിബ്. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, ഉദ്കുർ സിയഗത നുസിഹത്തി എൻ്റെ സീറ പറയുക. അവിടെ അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഉദ്കുർ സിയഗത തുർഷദൂന എൻ്റെ സീറത്ത് പറയുക. ആൻസർ ജംഉ മുദക്കർ ഹാദിൽ ഫിഅൽ മുദാരിഅൽ മജ്ഹൂലി യുർഷദുവിൻ്റെ മജ്ഹൂലായ മുദാരിഅയ ഫിഅലിൻ്റെ ജംഉ മുദക്കർ ഹാദിർ. അടുത്തത് ഇഅ്റാബ് എന്ന അഞ്ചാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റ് അൽ മുഅറബ് വൽ മബ്നി എന്ന യൂണിറ്റിൻ്റെ റീക്യാപ്പ് നോക്കാം. അൽ ഇഅ്റാബു തഗ്യീറുൻ യുൽഹഖു അവാഖിറുൽ കലിമാത്തിൽ അറബിയ്യ. ഇഅ്റാബ് എന്ന് പറഞ്ഞാൽ അറബി കലിമത്തുകളിലെ അവസാനത്തിനോട് ചേർക്കുന്ന വ്യത്യാസങ്ങളാണ്. തൻഖസിമുൽ അലാമത്തുൽ ഇഅ്റാബി ഇലാ ഖിസ്മൈനി. ഇഅ്റാബിൻ്റെ അലാമത്തുകൾ രണ്ട് ഇനങ്ങളുടെ മേൽ വേർതിരിയും. ഹുമ അതാവുന്നത് അലാമത്തുൽ അസ്ലിയത്തു അടിസ്ഥാനപരമായ അടയാളങ്ങൾ, വൽ അലാമത്തുൽ ഫറഇയ്യത്തു ഫറഇയ്യായ അലാമത്തുകൾ. അലാമത്തുൽ ഇഅ്റാബിൽ അസ്ലിയത്തി അടിസ്ഥാനപരമായ ഇഅ്റാബിൻ്റെ അലാമത്തുൽ അർബഅത്ത് നാലെണ്ണമാണ്. ഹിയ അലാമത്ത് റഫ്ഇൻ്റെ അടയാളമാണ് അല്ലമ്മത്തു എന്ന് പറഞ്ഞാൽ അത് ലമ്മയാണ്. അലാമത്ത് നസ്ബയുടെ അലാമത്താണ് അൽ ഫത്തഹത്തു എന്ന് വെച്ചാൽ അത് ഫത്തഹയാണ്. അലാമത്തുൽ ജറിൻ്റെ അലാമത്താണ് അൽ കസ്റത്തു, അത് കസ്റയാണ്. അലാമത്തുൽ ജസ്മിൻ്റെ അലാമത്താണ് അതായത് സുക്കൂനു, അത് സുക്കൂനാണ്. അൽ മുഅറബ് എന്ന് പറഞ്ഞാൽ ഹുവൽ കലിമത്തു ഒരു പദമാണ്. അല്ലത്തി യതഗയ്യറു ശക്ലു ആഖിരിഹി അതിൻ്റെ അവസാനത്തിൻ്റെ ആകൃതിക്ക് വ്യത്യാസം വരും. തഗയ്യിരി മൗഖിഅൽ ഇഅ്റാബി ഇഅ്റാബിൻ്റെ സ്ഥാനം വ്യത്യാസപ്പെടുന്നത് കൊണ്ട് അതിൻ്റെ അവസാനത്തിന് വ്യത്യാസം സംഭവിക്കും. അൽ മബനി എന്ന് പറഞ്ഞാൽ ഹുവ കലിമത്തുല്ലത്തി ഒരു കലിമത്താണ്. ലാ യതഗയ്യറു ആഖിറുഹ അതിൻ്റെ അവസാനം വ്യത്യാസമാവില്ല. ഹസ്ബ മൗഖിഅ ഫിൽ ജുംലത്തിൽ അതിൻ്റെ സ്ഥാനമനുസരിച്ച്. അൽ തബഖി അലാ ശക്ലിൻ വാഹിദിൻ ഫി കുല്ലി അൽ അഹ്വാലി എല്ലാ അവസ്ഥയുടെ മേൽ ഒരു അവസ്ഥയുടെ മേലും അവശേഷിക്കുന്നതാണ് എന്നല്ല. ബൽ തബഖി അലാ ശക്ൽ വാഹിദിൻ ഒരു ആകൃതിയുടെ ഒരു രൂപത്തിൻ്റെ മേൽ അവശേഷിക്കും. ഫി കുല്ലിൽ അഹ്വാലി എല്ലാ അവസ്ഥയുടെ മേലും. നമുക്കിനി ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. മാതാ നുസമ്മ തഗയ്യുറുല്ലദി യുൽഹഖു അവാഖിറുൽ കലിമത്തിൽ അറബിയ്യത്തി അറബി കലിമത്തുള്ള അവസാനത്തിനോട് ചേർക്കപ്പെടുന്ന വ്യത്യാസങ്ങൾക്ക് നാം എന്താണ് പേര് പറയപ്പെടുന്നത്? ആൻസർ ഇഅ്റാബ്. രണ്ടാമത്തെ തൻഖിസ് അലാമത്തുൽ ഇഅ്റാബി ഇലാ ഖിസ്മൈനി ഇഅ്റാബിൻ്റെ അലാമത്തുകൾ രണ്ടിനത്തിന് വേർതിരിയും. മാഹു അത് ഏതൊക്കെയാണ്? ഇതാണ് അലാമത്തുൽ അസ്ലിയത്തു അലാമത്തുൽ ഫറഇയ്യ. ഒന്നാമത്തെ ചോദ്യം, മാ ഇസ്മുൽ കലിമത്തില്ലത്തി യതഗയ്യറു ശക്ലു അവാഖിറുഹ ബി തഗയ്യുരി മൗഖിഇൽ ഇഅ്റാബി ഇഅ്റാബിൻ്റെ സ്ഥാനമനുസരിച്ചതിൻ്റെ വ്യത്യാസമനുസരിച്ചതിൻ്റെ അവസാനം വ്യത്യാസമാവുന്ന കലിമത്ത് ഏതാണ്? ആൻസർ മുഅറബ് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, മാ ഇസ്മുൽ കലിമത്തുല്ലത്തി ലാ യതഗയ്യറു ആഖിറുഹ ഹസ്ബ മൗഖിഇൻ ഫിൽ ജുംലത്തി ബൽ തബഖി അലാ ശക്ലിൻ വാഹിദിൻ ഫി കുല്ലിൽ അഹ്വാലി എല്ലാ അവസ്ഥയുടെ മേലും ജുംലയുടെ സ്ഥാനം വ്യത്യാസമാകാത്ത അവസാന വ്യത്യാസമാകാത്ത കലിമത്തിൽ പറയപ്പെടുന്നത് എന്താണ്? മബനി എന്നാണ്. ആൻസർ മബനി. അഞ്ചാമത്തെ ചോദ്യം, മാഹുൽ ഇഅ്റാബുല്ലദി അലാമത്തുൽ അസ്ലിയത്തിൽ ലമ്മത്തിൻ്റെ അസ്ലിയ അലാമത്തിൻ്റെ ഇഅ്റാബ് എന്താണ്? അത് റഫ് ആണ്. മാഹുൽ ഇഅ്റാബുല്ലദി അലാമത്തുൽ അസ്ലിയത്തിൽ കസ്റത്തിൻ്റെ അസ്ലിയ അലാമത്തിൻ്റെ ഇഅ്റാബ് എന്താണ്? അത് എന്താണ്? ജറാണ്. അത് തിരിച്ചാണ് പറയേണ്ടത്. ജറിൻ്റെ പോട്ടെ. അടുത്ത, മാഹുൽ ഇഅ്റാബുല്ലദി അലാമത്തുൽ അസ്ലിയത്തിൽ ഫത്തഹയുടെ അസ്ലിയ അലാമത്തിൻ്റെ ഇഅ്റാബ് ഏതാണ്? അതെന്താണ്? നസ്ബാണ്. മാഹുൽ ഇഅ്റാബുല്ലദി അലാമത്തുൽ അസ്ലിയത്ത് സുക്കൂൻ്റെ അസ്ലിയായ അലാമത്തിൻ്റെ ഇഅ്റാബ് എന്താണ്? ആൻസർ ജസ്മാണ്. ആൻസർ അൽ ജസ്മു. അടുത്ത അഞ്ചാമത്തിലെ രണ്ടാമത്തെ യൂണിറ്റ് അൽ ഇഅ്റാബുൽ ഫറഇയ്യായ ഇഅ്റാബുകൾ. അതിൻ്റെ റീക്യാപ്പ് നോക്കാം. തൻഖസിമുൽ കലിമാത്തു ഫിൽ ലുഗത്തിൽ അറബിയ്യ ഇലാ സലാസത്തി അഖ്സാമിൻ മിൻ ഹൈസുൽ അദദി
എണ്ണം എന്നതനുസരിച്ച് അറബി ഭാഷയിലെ കലിമത്തുകൾ 3 ഇനങ്ങളുടെ മേൽ വേർതിരിയും. ഏതൊക്കെയാണവ? മുഫ്രദ്, മുസന്ന, ജംഅ. ഏകവചനം, ദ്വിവചനം, ബഹുവചനം. അൽ മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഹുവ കുല്ലു ഇസ്മിൻ, എല്ലാ ഇസ്മുമാണ്. യദുല്ലു അലാ ഷൈഇൻ വാഹിദിൻ, ഒറ്റ വസ്തുവിൻ്റെ മേൽ അറിയിക്കുന്ന എല്ലാ നാമങ്ങളുമാണ്. ഉദാഹരണം ഹഖീബത്തുൻ, ബാഗ്, കുർസിയ്യ, കസേര, ബാബുൻ, വാതിൽ. അൽ മുസന്ന തസ്നിയ എന്ന് പറഞ്ഞാൽ, ദ്വിവചനം എന്ന് പറഞ്ഞാൽ ഹുവ യദുല്ലു അലാ ഷൈഇനി ഇസ്നൈനി, 2 വസ്തുക്കളുടെ മേൽ അറിയിക്കുന്ന ഒന്നാണ്. മസൽ ഉദാഹരണം ആമിലാനി, 2 ജോലിക്കാർ. അസദാനി, 2 സിംഹം. റജുലാനി, 2 പുരുഷന്മാർ. അൽ ജംഉ ബഹുവചനം എന്ന് പറഞ്ഞാൽ ഹുവ യദുല്ലു അലാ സലാഹത്തിൻ ഹുവ അക്സറ, മൂന്നിൻ്റെ മേലോ അതിൻ്റെ അതിരിച്ചതിൻ്റെ മേലോ അറിയിക്കുന്ന ഒന്നിനാണ് ബഹുവചനം എന്ന് പറയുന്നത്. ഹഖായിബു ബാഗുകൾ. നുജൂമുൻ നക്ഷത്രങ്ങൾ. അബ്വാബുൻ വാതിലുകൾ. ഇർഫഅൽ മുസന്ന ബിൽ അലിഫി, തസ്നിയയ്ക്ക് അലിഫ കൊണ്ട് റഫ്അ ചെയ്യപ്പെടും. നിയാബത്തിന് അനിൽ ലമ്മത്തി, ലമ്മത്തിന് പകരമായിട്ടു. ഇൻസബു ഇജറു ബിൽ യാഇ, നസ്ബും ജറും ചെയ്യപ്പെടുന്നത് യാ കൊണ്ടിട്ടാണ്. നിയാബത്തിന് അനിൽ ഫതഹത്തി വൽ കസ്റത്തി, ഫതഹയ്ക്കും കസ്റയ്ക്കും പകരമായിട്ട്. അടുത്ത ജംഉൽ മുദക്കർ സാലിം. ജംഉൽ മുദക്കർ സാലിം എന്ന് പറഞ്ഞാൽ ഹുവ ഒന്നാണ്. യദുല്ലു അലാ അക്സരി മിനൽ ഇസ്നൈനി, 2ൻ്റെ മേൽ അതിരിച്ചതിൻ്റെ അറിയിക്കുന്നതാണ് ജംഉൽ മുദക്കർ സാലിം എന്ന് പറയുന്നത്. സിയാത്തി വാവിൻ ഔ നൂനിൻ, വാവിനെ നൂനെ അധികരിപ്പിക്കൽ കൊണ്ട്. ഫി ആഖിരിഹി, അതിൻ്റെ അവസാനം. എന്ത റഫിൻ്റെ അവസരത്തിൽ. യാഇൻ വ നൂനിൻ, യാഉം നൂനും അധികരിപ്പിക്കും. ഫി ഹാലത്തൈൻ നസ്ബി വൽ ജർരി, ജറിൻ്റെയും നസ്ബിൻ്റെയും 2 അവസ്ഥകളിൽ. അടുത്ത ജംഉ മുന്നസ്സ സാലിം എന്ന് പറഞ്ഞാൽ ഹുവ കലിമത്തിന്, അതൊരു പദമാണ്. തദലു അലാ അക്സരി മിനൽ ഇസ്നൈനി, 2ൻ്റെ അതിരിച്ചതിൻ്റെ മേൽ അറിയിക്കും. സിയാത്തി അലിഫിൻ വ തായിൻ, അലിഫും തായിനെയും അധികരിപ്പിക്കൽ കൊണ്ട്. ഫി ആഖിരിഹ, അതിൻ്റെ അവസാനത്തിൽ. യുർഫഉൽ ജംഉൽ മുന്നസ്സ സാലിമി, ജംഉൽ മുന്നസ്സ സാലിമിനെ റഫ്ഉ ചെയ്യപ്പെടും ലമ്മത്ത് കൊണ്ട്. വയുൻസബു ജറു, നസ്ബും ജറും ചെയ്യപ്പെടുന്നത് ബിൽ കസ്റത്തി, കസ്റത്ത് കൊണ്ടിട്ടാണ്. സുമ്മിയ കുല്ലു മിൻ ഹാദൽ ജംഅൈനി, ഈ 2 ജംഅയിലുള്ള എല്ലാത്തിനും പേര് വെക്കപ്പെടും. ബിഹാദൽ ഇസ്മി, ഈ നാമം കൊണ്ടിട്ട്. കൗനിഹ സാലിമീന മിന തഗയീരി ഇൻദ ജംഅഇഹിമ, അത് 2നെയും ബഹുജനമാക്കുന്ന സന്ദർഭത്തിൽ അതിൻ്റെ പദങ്ങൾ വ്യത്യസ്ത വരുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടതിന് വേണ്ടിയിട്ടാണ് ജംഉ മുദക്കർ സാലിം എന്ന് പേര് വെക്കപ്പെടുന്നത്. നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് നോക്കാം. മൽ ഇസ്മുൽ കലിമത്തിൽ തദുല്ലു അലാ ഷൈഇൻ വാഹിദിൻ, ഒറ്റ വസ്തുവിൽ അറിയിക്കുന്ന കലിമത്ത് ഏതാണ്? ആൻസർ മുഫ്രദ്. മൽ ഇസ്മുൽ കലിമത്തിൽ തദുല്ലു അലാ ഷൈഇൻ ഇസ്നൈനി, 2 വസ്തുക്കളുടെ മേൽ അറിയിക്കുന്ന കലിമത്ത് ഏതാണ്? ആൻസർ മുസന്ന തസ്നിയ. മൂന്നാമത്തത് മൽ ഇസ്മുൽ കലിമത്തിൽ തദുല്ലു അലാ സലാത്തിൻ ഔ അക്സറ, 3ൻ്റെ മേൽ അതിരിച്ചതിൻ്റെ മേൽ അറിയിക്കുന്ന കലിമത്ത് ഏതാണ്? ആൻസർ അൽ ജംഉ ബഹുവചനം. 4ാമത്തെ ചോദ്യം ഐ കലിമത്തിൻ നർഫഉ ബിൽ അലിഫി നിയാബത്തൻ അനിൽ ലമ്മത്തി വനൻസിബു വനജറു ബിൽ യാഇ അനിൽ ഫതഹത്തി വൽ കസ്റത്തി, ഏത് കലിമത്താണ് അലിഫ് കൊണ്ടിട്ട് റഫ് ചെയ്യപ്പെടുന്നത് ലമ്മത്തിന് പകരമായിട്ട്, അതേപോലെ നസ്ബും ജറും യാ കൊണ്ടിട്ട് ചെയ്യുന്നത് ഫതഹയ്ക്കും കസ്റയ്ക്കും പകരമായിട്ട് നസ്ബും ജറും യാ കൊണ്ട് ചെയ്യപ്പെടുന്ന കലിമത്തുകൾ ഏതാണ്? ആൻസർ ലിൽ മുസന്ന തസ്നിയ, ദ്വിവചനം. അടുത്ത 5ാമത്തെ ചോദ്യം മാഹി അലാമത്തുൽ ജർരി ജംഉ മുദക്കർ സാലിമി, ജംഉ മുദക്കർ സാലിമിൻ്റെ ജറിൻ്റെ അടയാളം എന്താണ്? ആൻസർ അൽ യാഉ, യാ ആണ്. അടുത്ത 6ാമത്തെ ചോദ്യം ഐ ജംഇൻ നർഫഉ ബിൽ വാവി നിയാബത്തൻ അനിൽ ലമ്മത്തി, ലമ്മത്തിന് പകരമായിട്ട് വാവ് കൊണ്ട് നാം റഫ് ചെയ്യുന്ന ജംഉ ഏതാണ്? വനൻസിബു വനജറു, നസ്ബും ജറും ബിൽ യാ കൊണ്ടിട്ട് ചെയ്യുന്ന നിയാബത്തിന് അൽ ഫതഹത്തി വൽ കസ്റത്തി, ഫതഹയ്ക്കും കസ്റയ്ക്കും പകരമായിട്ട്. ആൻസർ ലി ജംഉൽ മുദക്കർ സാലിമി, ജംഉൽ മുദക്കർ സാലിമിന്. 7ാമത്തെ ചോദ്യം മാഹി അലാമത്ത് റഫി ജംഉൽ മുന്നസ് സാലിമി, ജംഉൽ മുന്നസ് സാലിമിൻ്റെ റഫിൻ്റെ അടയാളം എന്താണ്? ആൻസർ അൽ ലമ്മത്തു, ലമ്മയാണ്. അടുത്ത 8ാമത്തെ ചോദ്യം ഐ ജംഇൻ നർഫഉ ബിൽ ലമ്മത്തി വനൻസിബു നജറു ബിൽ കസ്റത്തി, ലമ്മത്ത് കൊണ്ട് റഫ് ചെയ്യപ്പെടുന്ന, അതേപോലെ നസ്ബും ജറും കസ്റത്ത് കൊണ്ട് ചെയ്യപ്പെടുന്ന ജംഅ ഏതാണ്? ഏത് ജംഇനാണ് നാം ലമ്മത്ത് കൊണ്ട് റഫ് ചെയ്യുകയും വനൻസിബു നജറു ബിൽ കസ്റത്തി
നസ്ബും ജറും കസറത്ത് കൊണ്ടും ചെയ്യുന്നത്? ആൻസർ ജംഉ മുന്നത്ത് സാലിമി. 9ാമത്തെ ചോദ്യം ബിഅയ്യി അലാമത്തിൻ നൻസിബു വനജറുൽ മുസന്ന. എന്ത് അടയാളമാണ് നാം നസ്ബിയെയും തസ്നിയയ്ക്ക് ജറും ചെയ്യുന്നതിൻ്റെ എന്ത് അടയാളം കൊണ്ടിട്ടാണ് ചെയ്യുന്നത്? ആൻസർ ബിൽയാഇ യാ കൊണ്ടിട്ടാണ്. 10ാമത്തെ ചോദ്യം ഉദ്കുർ ജംഉൽ കലിമത്തി ഹഖീബത്ത്. ഹഖീബ എന്ന കലിമത്തിൻ്റെ ജംഉ പറയുക. ആൻസർ ഹഖായിബ്. ഇതോടുകൂടി 5 ബ്ലോക്കിലെയും എല്ലാ റീക്യാപ്പും അതേപോലെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇത് പഠിച്ചാൽ തന്നെ നമുക്ക് വിജയിക്കാം. ഇതിൻ്റെ മുഴുവനായിട്ടുള്ള ക്ലാസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക. താങ്ക്സ് ഫോർ വാച്ചിങ്.